കല്യാണം കഴിഞ്ഞില്ലേ? കല്യാണം ചെറുതായിട്ട് ആളിവിടെ ഉള്ള അല്ല, കണ്ണൂരുകാരനാണ്. നിക്കാഹ് ഇതിപ്പോ ഈ മാസം തന്നെ ഫസ്റ്റിലായിരുന്നു. നമ്മുടെ പള്ളിയല്ല, വേറൊരു സ്ഥലത്ത് വെച്ച് നിക്കാഹ്. പാലക്കാട് തന്നെ? അല്ലല്ല, അവിടെ അവരുടെ ഭാഗത്ത്. എൻ്റെ ലൈഫ് ഞാനും എൻ്റെ മക്കളും മാത്രമേ ഉള്ളൂ. അതിലിപ്പോ ഉമ്മ ബാക്കിയുള്ളവരൊന്നും ലൈഫിലോട്ട് കടന്നു വരാനുള്ള ഒരു ഇതുമില്ല. മക്കളെല്ലാവരും ഉണ്ടായിരുന്നോ കല്യാണത്തിന്? ഇല്ല. ഷാജിദ ഷാജിയുടെ പുതിയൊരു ഇൻ്റർവ്യൂ ഓൺലൈൻ മലയാളി എൻ്റർടൈൻമെൻറ്റിലൂടെ പുറത്തു വന്നിട്ടുണ്ട്. ഈ ഒരു ഇൻ്റർവ്യൂ ഷാജിദക്ക് വല്ലാതെ പാരയാവാൻ സാധ്യതയുണ്ട്. ആ ഇൻ്റർവ്യൂക്ക് താഴെ വന്ന കമൻറ്റുകൾ ഓരോന്നും എടുത്തു നോക്കുകയാണെങ്കിൽ സാജിദക്ക് എതിരായിട്ടുള്ളതാണ് എന്ന് മാത്രമല്ല, ഭർത്താവിൻ്റെ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്ന് പോലും പറയുന്നതാണ്. അതിന് കാരണം സാജിദയുടെ വാക്കുകൾ പലതുമായിട്ട് കണക്റ്റ് ചെയ്യുന്നതാണ്. ചിലത് പറയാതെ പറയുന്നു എന്ന് പറയാറില്ലേ, അതുതന്നെ. ആ കമൻറ്റുകൾ ഓരോന്നും ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. അതിൻ്റെ മുമ്പ് സാജിദ അതിൽ എന്താണ് ഈ ഒരു ഇൻ്റർവ്യൂവിൽ അവരെന്താണ് പറയുന്നത് എന്നുള്ളതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ പറഞ്ഞു തരാം. കല്യാണത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ കല്യാണം ചെറുതായിട്ട് കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ഭർത്താവിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാൻ താല്പര്യമില്ല, കാരണം അയാൾക്ക് സോഷ്യൽ മീഡിയ വലിയ താല്പര്യമുള്ള ആളല്ല. പക്ഷേ ഷാജിദ സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് താല്പര്യക്കുറവൊന്നുമില്ല. കാരണം സോഷ്യൽ മീഡിയയിലൂടെ വന്ന ആളാണല്ലോ സാജിദ, അതുകൊണ്ട് താല്പര്യക്കുറവൊന്നുമില്ല. പക്ഷേ പ്രത്യേകിച്ച് അദ്ദേഹത്തിന് സോഷ്യൽ മീഡിയ ഇഷ്ടമല്ല. ഭർത്താവ് കണ്ണൂർക്കാരനാണ്, ദുബായിലാണ് ഇപ്പോൾ ഒരു ഷോപ്പിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഡിസംബർ 1 ഇരുവരുടെയും വിവാഹം കഴിഞ്ഞത്. ഇരുവരുടെയും വീട്ടുകാരോ ഇരുവരുടെയും പള്ളി കമ്മിറ്റിയോ ഒന്നും അറിഞ്ഞുകൊണ്ടുള്ള ഒരു കല്യാണമല്ല, മറ്റൊരു പള്ളിയിൽ വെച്ചാണ് വിവാഹം കഴിഞ്ഞത്. വിവാഹത്തെക്കുറിച്ച് സ്വന്തം ഉമ്മയോടോ സഹോദരങ്ങളോടോ ഒന്നും സംസാരിച്ചിട്ടില്ല. അതിൻ്റെ ആവശ്യമില്ലെന്നാണ് സാജിദ പറയുന്നത്. കാരണം തൻ്റെ ജീവിതം നോക്കുന്നത് താനാണ്, തൻ്റെ ചെലവും മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് താനാണ്. തൻ്റെ ലൈഫെന്ന് പറഞ്ഞാൽ താനും തൻ്റെ കുട്ടികളും മാത്രമാണ്. മറ്റുള്ളവരൊക്കെ മറ്റു ജീവിതം ജീവിക്കുന്നവരായതുകൊണ്ട് തന്നെ അവരോട് പറയേണ്ട കാര്യമില്ല. വിവാഹത്തിന് കുറച്ച് സുഹൃത്തുക്കൾ മാത്രമാണ് പങ്കെടുത്തത്, കുട്ടികൾ പോലും പങ്കെടുത്തിട്ടില്ല. കണ്ണൂർ വെച്ചായിരുന്നു വിവാഹം നടന്നത്. അത് തന്നെ 2 പള്ളി കമ്മിറ്റിക്കാരും സഹകരിച്ചു കൊണ്ടല്ല, മറ്റൊരു പള്ളിയിൽ വെച്ച് മറ്റൊരു ഉസ്താദാണ് നടത്തിക്കൊടുത്തത്. സോഷ്യൽ മീഡിയയിൽ കുറേ പ്രശ്നങ്ങൾ ഞാനുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ പ്രധാനമായും ആദ്യ ഭർത്താവിൻ്റെ സിസ്റ്ററുമായി ബന്ധപ്പെട്ടതാണ്. ചില മാനസിക സമ്മർദ്ദങ്ങൾ മൂലം ചില പ്രശ്നങ്ങൾ എനിക്കുണ്ടായി. ആ സമയത്ത് 4 മാസം ഞാൻ സോഷ്യൽ മീഡിയയിൽ നിന്നും മാറി നിന്നു. അത് ഭർത്താവ് മരിച്ചതിന് ശേഷം 4 മാസം ഗർഭിണിയായിരുന്നു എന്നാണ് എൻ്റെ സിസ്റ്റർ-ഇൻ-ലോ പറഞ്ഞു പരത്തിയത്. ആ ഗർഭം ഞാൻ അബോർട്ട് ചെയ്തു, എൻ്റെ ഉമ്മയെ അത് നിർബന്ധിപ്പിച്ചു, ഞാൻ ഉമ്മയെ കൈക്ക് കടിച്ചു എന്നൊക്കെ പറഞ്ഞുള്ള നീചമായ വാക്കുകളാണ് പുറത്തു വന്നത്. എൻ്റെ മാനം വരെ നഷ്ടമായി. അവരതിനുള്ള തെളിവ് കൊണ്ടുവരട്ടെ, ഞാൻ അബോർട്ട് ചെയ്തതിൻ്റെയും ഡോക്ടറെ കാണിച്ചതിൻ്റെയും ഒക്കെ തെളിവ് കൊണ്ടുവരട്ടെ, അതല്ലെങ്കിൽ ഞാൻ ലീഗലായി മുന്നോട്ട് പോകാനാണ് തീരുമാനം എന്നാണ് സാജിദ പറയുന്നത്. ഒരിക്കൽ ഞാൻ എൻ്റെ ജീവിതം വരെ ഇല്ലാതാക്കാൻ ശ്രമിച്ചതാണ്. ഞാൻ എൻ്റെ കൈനരമ്പ് മുറിച്ചിട്ടുണ്ടായിരുന്നു. അതിന് പ്രധാന കാരണം ഭർത്താവ് മരിച്ചതിന് ശേഷം വല്ലാത്തൊരു ഡിപ്രഷനിലൂടെയായിരുന്നു ഞാൻ കടന്നുപോയത്. ഒരാളുടെയും സപ്പോർട്ടില്ലായ്മ, അതേപോലെ ഒരുപാട് കടങ്ങളുണ്ട് ഉണ്ടായിരുന്നു. പിന്നെ മറ്റുള്ളവരുടെ ചോദ്യവും അതിനുള്ള ഉത്തരം പറയാൻ പറ്റാതിരിക്കുന്ന ഒരു സാഹചര്യവും, പിന്നെ 5 മക്കളുമായിട്ട് മുന്നോട്ട് എങ്ങനെ ജീവിക്കുമെന്ന തോന്നൽ, ഇതെല്ലാം കാരണം മാനസികമായി ഒരുപാട് സമ്മർദ്ദങ്ങൾ അനുഭവിച്ച് ഒരു ഡിപ്രഷനിലൂടെ, ഒരു ട്രോമയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഞാൻ എൻ്റെ കൈനരമ്പ് മുറിച്ചിരുന്നു. ഭർത്താവ് മരിച്ചതിന് ശേഷം ഞാൻ ഓരോ വീഡിയോകളൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് എനിക്ക് ഒരുപാട് ടെൻഷനും മറ്റു കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ വാക്കുകളൊക്കെ വളരെ സൗമ്യമായിരുന്നു. അതേപോലെ എൻ്റെ ഡ്രസ്സും അങ്ങനെ, ഞാൻ ഡ്രസ്സിലൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു സമയത്ത് വളരെ സൗമ്യമായി സംസാരിച്ചതും അതേപോലെ തന്നെ ഡ്രസ്സൊക്കെ അങ്ങനെ ചെയ്തത്. ഇപ്പോൾ ആ അവസ്ഥകളൊക്കെ മാറി. ആ സമയത്ത് എല്ലാവരും ചോദിച്ചു, നീ ഒരു സഹതാപ തരംഗത്തിലൂടെ പണമുണ്ടാക്കാൻ ശ്രമിക്കുകയല്ലേ? ഇത്തരം വാക്കുകളൊക്കെ കേട്ടപ്പോൾ ഞാൻ ശരിക്കും ചേഞ്ചായി. ഞാൻ ഓൾറെഡി നല്ല ധൈര്യമുള്ള സ്ത്രീയാണ്. അതേപോലെ തന്നെ എന്നോട് ആരെങ്കിലും ദേഷ്യപ്പെടുകയാണെങ്കിൽ തിരിച്ചും ദേഷ്യപ്പെടുന്ന ആളാണ്. എന്നോട് എന്തെങ്കിലും ചോദ്യം ചോദിച്ചാൽ ഞാൻ അതിനുള്ള ചുട്ട മറുപടി കൊടുക്കുന്ന ആളാണ്.
ഷാജിദ എപ്പോഴും ബോൾഡായിട്ടുള്ളൊരു സ്ത്രീ തന്നെയാണ്. എൻ്റെ യഥാർത്ഥ ജീവിതം ഇതാണ്, എൻ്റെ ലൈഫ് സ്റ്റൈൽ ഇതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം എൻ്റെ ഡിപ്രഷനും എൻ്റെ ടെൻഷനും എല്ലാം കാരണം വളരെ സൈലൻ്റായി നിന്നതാണ്. ഇപ്പോഴുള്ളതാണ് യഥാർത്ഥ ഷാജിദ. വസ്ത്രത്തിലൊക്കെ വളരെ സെൻസുള്ള, വളരെ മോഡേണായി നടന്നിരുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. ഷാജിദയെക്കുറിച്ച് യഥാർത്ഥത്തിൽ അറിയുന്ന നാട്ടുകാരും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ഉണ്ടായിട്ടും ഒരുപാട് വീഡിയോകൾ ഷാജിദയെക്കുറിച്ച് നെഗറ്റീവായിട്ട് ഒരുപാട് വീഡിയോകൾ വന്നപ്പോഴും നാത്തൂൻ്റെ പ്രസ്താവനകൾ വന്നപ്പോഴും അഹങ്കാരിയെന്ന് മുദ്ര കുത്തിയപ്പോഴും വസ്ത്രത്തിലും വാക്കിലുമൊക്കെ വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞപ്പോഴുമൊക്കെ ഷാജിദയെ സപ്പോർട്ട് ചെയ്ത് ഒരു കമൻറ്റോ അതല്ലെങ്കിൽ ഒരു വീഡിയോ വന്നിട്ടില്ല എന്നുള്ള ചോദ്യത്തിന് അവർക്കത് അങ്ങനെയൊന്നും തോന്നിക്കാണില്ല എന്നൊരു ഒഴിഞ്ഞുമാറ്റമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. നാത്തൂൻ്റെ പ്രസ്താവന വന്നപ്പോൾ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് കുറഞ്ഞതാണ്. ഇപ്പോൾ എനിക്ക് എൻ്റെ ഭാഗത്താണ് ശരിയെന്ന് തോന്നിയിട്ടാവും ഇപ്പോൾ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് കൂടിക്കൂടി വരുന്നുണ്ട്. എൻ്റെ ഉച്ചിഷ്ടമെടുത്താണ് പലരും വീഡിയോ ചെയ്യുന്നത്. 5000-ഉം 3000-ഉം സബ്സ്ക്രൈബേഴ്സ് ഉള്ളവരൊക്കെയാണ് വീഡിയോ ഇടുന്നത്. അതിന് പ്രധാന കാരണം അവർക്ക് റീച്ച് ഉണ്ടാകുക എന്ന് മാത്രമാണ്. എൻ്റെ സ്റ്റാൻഡേർഡാണ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എൻ്റെ മാനം വെച്ചാണ് ഇവരൊക്കെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വികാരം അടക്കി പിടിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് വിവാഹം കഴിച്ചത് എന്ന് പറയുന്നവരോട് 32 വയസ്സ് മാത്രമേ എനിക്കുള്ളൂ. എനിക്കും വിചാരവും വികാരങ്ങളുമൊക്കെയുണ്ട്. ഒരു ഭർത്താവിൻ്റെ സാമീപ്യം ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. എൻ്റെ വികാരങ്ങൾ പങ്കുവെക്കാൻ എനിക്ക് കുട്ടികളോ അതല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കളോടോ ഒന്നും പറ്റിയെന്ന് വരില്ല. പക്ഷേ എൻ്റെ പങ്കാളിയോട് അത് പറ്റും. 15 വർഷമായി ഞാൻ എൻ്റെ ഇക്കാൻ്റെ കൂടെ ജീവിച്ചിട്ട് ആ സമയങ്ങളിലൊക്കെ എൻ്റെ എല്ലാ വിചാരങ്ങളും ഷെയർ ചെയ്തിരുന്നത് അദ്ദേഹമാണ്. ഇപ്പോൾ അദ്ദേഹം ഇല്ല. പക്ഷേ എൻ്റെ വികാരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുമില്ല. അപ്പോൾ ഒരു പാർട്ണറെ തേടുന്നതിൽ തെറ്റാണോ? എൻ്റെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞ വ്യക്തിയാണ് എൻ്റെ ഇപ്പോഴത്തെ ഭർത്താവ്. എൻ്റെ ആദ്യ ഭർത്താവുള്ള കാലത്തെ എൻ്റെ റീൽസൊക്കെ കാണുന്ന ഒരാളാണ് ഇപ്പോഴത്തെ ഭർത്താവ്. ഇൻസ്റ്റാഗ്രാമിൽ നിന്നാണ് ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത്. ഒക്കെയുള്ള കാലത്തെ എൻ്റെ ഫ്രണ്ട് ലിസ്റ്റിലുള്ള ആളാണ്. ആ സമയത്തൊന്നും മെസ്സേജും കാര്യങ്ങളൊന്നും ചെയ്തിരുന്നില്ല. ഇക്ക മരിച്ച് 5-6 മാസത്തിനുള്ളിൽ ഞങ്ങൾ പ്രണയത്തിലായി. ഇക്ക മരിക്കുമ്പോൾ ഉണ്ടായിരുന്ന കടങ്ങളൊക്കെ വീട്ടാൻ സഹായിച്ചിട്ടുണ്ട്. കല്യാണം കഴിക്കണമെന്ന് വിചാരിച്ചിട്ട് പ്രണയത്തിലായവരല്ല ഞങ്ങളായി. പ്രണയം ഇങ്ങനെ പോവട്ടെ എന്ന് വിചാരിച്ചതാണ്. വിവാഹം കഴിക്കാൻ പല തടസ്സങ്ങളും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് 26 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. അവൻ്റെ വീട്ടിൽ ഒരു മോനേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വീട്ടുകാരൊരിക്കലും ഈ ഒരു വിവാഹത്തിനെ സപ്പോർട്ട് ചെയ്യുകയോ സമ്മതിക്കുകയോ ചെയ്യുകയില്ല. പക്ഷേ ഞങ്ങൾ വിവാഹിതരായി. അദ്ദേഹത്തിൻ്റെ വീട്ടുകാർക്കൊന്നും അറിയില്ലായിരുന്നു. എൻ്റെ ഈ വീഡിയോകളൊക്കെ വന്നതിന് ശേഷം ഇപ്പോൾ അറിഞ്ഞു. എനിക്ക് 5 മക്കളുള്ളത് കൊണ്ടും അദ്ദേഹത്തെക്കാൾ പ്രായം കൂടുതലുള്ളത് കൊണ്ടും അദ്ദേഹത്തിൻ്റെ വീട്ടുകാർ ഒരിക്കലും ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നില്ല. എനിക്ക് ബാപ്പ ഇല്ലാത്തത് കൊണ്ട് ഏതെങ്കിലും ഒരു ഉസ്താദ് വിവാഹം കഴിച്ചു തന്നാൽ മതി. ഇപ്പോൾ പലരും നിക്കാഹ് തന്നെ കഴിക്കുന്നില്ല, ലിവിങ് ടുഗദറായിട്ടൊക്കെയാണ് ജീവിക്കുന്നത്. പക്ഷേ എനിക്കത് താല്പര്യമില്ലാത്തത് കൊണ്ട് നിക്കാഹ് കഴിച്ചു. ഇതൊക്കെയാണ് അവർ അവരുടെ വീഡിയോയിലൂടെ വ്യക്തമാക്കിയത്. അതിന് വന്നിട്ടുള്ളൊരു കമൻ്റാണ്, പാവം ആ മക്കളുടെ ഉപ്പ, ഇവളുടെ അവിഹിത ബന്ധം കണ്ടുകൊണ്ടായിരിക്കാം മനസ്സ് തകർന്ന് ആത്മഹത്യ ചെയ്തത്. മറ്റൊരു കമൻ്റാണ്, ഇവളുടെ ആദ്യ ഭർത്താവിൻ്റെ മരണത്തെക്കുറിച്ച് അന്വേഷണം നടത്തണം എന്ന് ആഗ്രഹമുള്ളവർ. 978 പേരാണ് അതിന് ലൈക്ക് ചെയ്തത്. മറ്റൊരു കമൻ്റാണ്, എനിക്കിപ്പോൾ തോന്നുന്നത് എൻ്റെ ഇക്ക എന്നും എൻ്റെ മനസ്സിൽ ഉണ്ട്, പറഞ്ഞു നടക്കുക. ഭർത്താവ് മരിച്ച് 1 വർഷം കഴിയുമ്പോഴേക്കും മറ്റൊരു വിവാഹം കഴിക്കുക. കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ കെട്ടിയ ചെക്കനുമൊത്ത് വളരെ ആവേശത്തോടെ ലാഘവത്തോടെ കറങ്ങി നടക്കുക. അതെല്ലാം സോഷ്യൽ മീഡിയയിൽ ഇട്ട് സന്തോഷം കണ്ടെത്തുക. പിന്നീട് പറയുന്നത് അവനുമായി ഇക്കയുള്ളപ്പോൾ തന്നെ സൗഹൃദം ഉണ്ടായിരുന്നെന്ന്. ഇതെല്ലാം കൂട്ടി നോക്കുമ്പോൾ എന്തൊക്കെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കാണുന്നില്ലേ? ഒരു പ്ലാനിംഗ് നാടകം പോലെ. നിന്റെ നാത്തൂനാണ് ശരിയെന്ന് തെളിയിക്കുന്ന ഒരു ഇൻ്റർവ്യൂ. മറ്റൊരു കമൻറ്റ് നോക്കാം, ഇക്ക ഉള്ളപ്പോൾ തന്നെ റീൽസൊക്കെ കാണുന്ന ആള് ആണെന്ന്. അപ്പോൾ ഇതിൽ ഉണ്ട് എല്ലാത്തിനുമുള്ള ഉത്തരം. ഇതാണ് പറയുന്നത്, കാലം എല്ലാം തെളിയിക്കുമെന്ന്. വികാരം എന്നുള്ള വിചാരം കുറച്ച് കൂടുതലാണ്, പിന്നെ നാക്കും. ഭർത്താവ് മരിച്ച് 6 മാസമായപ്പോൾ 5 മക്കളുള്ള ഒരു തള്ള 26 വയസ്സുള്ള വിവാഹം കഴിക്കാത്ത ഒരു പയ്യനെ പ്രേമിച്ചത് ഒരിക്കലും ശരിയായില്ല.
ആ പയ്യൻ്റെ മാതാപിതാക്കൾ ക്ഷമിക്കുമോ? ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്ത സമയത്തെ ശപിക്കുകയാണ്. ഈ വീഡിയോയിൽ എല്ലാമുണ്ട്. ഇനിയും ഇവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് എന്ത് നല്ല മെസ്സേജാണ് ഇവർ തരുന്നത്? സ്വന്തം ഉമ്മക്ക് പോലും ലൈഫിൽ സ്ഥാനമില്ല, കൂടപ്പിറപ്പുകൾക്ക് സ്ഥാനമില്ല, ലിവിങ് ടുഗദർ കുഴപ്പമില്ല, വ്യഭിചാരം അതിന് ബ്രാക്കറ്റിലാണ്, പള്ളി മഹല്ല് കമ്മിറ്റിക്കാർക്കും നാട്ടുകാർക്കും സ്ഥാനമില്ല, വിവാഹത്തിന് നിങ്ങൾ പൊന്നുപോലെ സ്നേഹിക്കുന്ന മക്കളെ കൂട്ടിയില്ല, ഏറ്റവും ലാസ്റ്റ് ഇക്ക ഉള്ളപ്പോൾ മുതൽ ഈ 24 വയസ്സ് മാത്രം പ്രായമുള്ള ചെക്കൻ റീൽസിനു ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യാനുണ്ട്. ഷാജിദയുടെ പെങ്ങൾ പറഞ്ഞത് തെറ്റാണെങ്കിലും ഇപ്പോൾ വിചാരിക്കുന്നു, ആ പെങ്ങൾ പറഞ്ഞ പെണ്ണിനെ തന്നെ അവരുടെ ബ്രദർ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിക്കും എന്ന് തോന്നുന്നു. കാമുകനുമായിട്ടുള്ള ബന്ധം അറിഞ്ഞിട്ടാവും ഹസ്ബൻഡ് ജീവൻ ഒടുക്കിയത് എന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരുടെയും അഭിപ്രായം കമൻറ്റിൽ പറയുക. പെങ്ങൾ പറഞ്ഞത് വെറുതെയല്ല. ഇവളുടെ ഫുൾ ഉഡായിപ്പ് ആണെന്ന് മനസ്സിലായി. ഇപ്പോഴാണ് ഷാജിദയുടെ യഥാർത്ഥ മുഖം പുറത്തു വന്നത്. ആ മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ആണ് വിഷമം. ഇവളുടെ നാത്തൂൻ പറഞ്ഞത് 100% ശരിയാണെന്ന് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. ആരും അറിയാത്ത കല്യാണം. എന്തു കല്യാണമാണോ പടച്ച റബ്ബേ ഈ കല്യാണം. അവർ തെളിവ് കൊണ്ടുവരട്ടെ എന്ന് പറയുമ്പോൾ മൂക്ക് ചൊറിഞ്ഞിട്ടാണ് പറയുന്നത്. സൈക്കോളജിക്കലായി നോക്കിയാൽ ഈ ഇൻ്റർവ്യൂവിൽ തന്നെ പലതും വ്യക്തം. മരിച്ച് 6 മാസം കഴിയുമ്പോഴേക്കും പ്രണയത്തിലേക്ക് പോവുക. സത്യത്തിൽ നീ ആദ്യം വിവാഹം കഴിച്ച ആളെ സ്നേഹിച്ചിട്ടുണ്ടോ? കാരണം ഭർത്താവ് മരിച്ച ഒരു പെണ്ണിൻ്റെ ഇദ്ദ 4 മാസവും 10 ദിവസവുമാണ്. അപ്പോഴേക്കും അടുത്തൊരാളെ പ്രണയം എന്നൊക്കെ പറയുമ്പോൾ അല്ലാഹുവേ നീ കാക്കണേ. ഈ ഇൻ്റർവ്യൂ എടുത്ത ചേട്ടന് 1000 ലൈക്ക്. കുറേ സംശയങ്ങളാണ് ക്ലിയർ ആയി കിട്ടി. ഏതായാലും രണ്ടാം ഭർത്താവിനും ആ ഗതി ഇല്ലാതിരിക്കട്ടെ. ശരിക്കും ഇത്തരത്തിലുള്ള ഒരുപാട് കമൻറ്റുകളാണ് ഈ വീഡിയോക്ക് താഴെ വന്നിട്ടുള്ളത്. അതെല്ലാം സാജിദക്ക് എതിരായിട്ടുള്ളതാണ്. ഒന്നുപോലും അവളെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടില്ല. ഒരു സ്ത്രീക്ക് ഇങ്ങനെയൊക്കെ ആവാൻ സാധിക്കുമോ എന്നാണ് പലരും ചോദിക്കുന്നത്.